കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കർത്താവിൻ്റെ വലിയ കൃപയാൽ നമുക്ക് ഒരുമിച്ച് 27ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ ഈ സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 36 വരെയുള്ള വേദഭാഗങ്ങളിലാണ് നമ്മളിപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അത് യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞ അവസാനത്തെ സാക്ഷ്യമാണ്. അതിൽ 22 മുതൽ 30 വരെയുള്ള വേദഭാഗങ്ങളാണ് ഡയറക്റ്റായി യോഹന്നാൻ സ്നാപകൻ്റെ സാക്ഷ്യം. അതിനുശേഷം 31 മുതൽ 36 വരെയുള്ള വേദഭാഗങ്ങൾ എഴുത്തുകാരൻ യേശുക്രിസ്തുവിൻ്റെ സുപ്പീരിയോറിറ്റിയെക്കുറിച്ച് പറയുന്ന ദൈവവചന ഭാഗമായി നമുക്ക് ചിന്തിക്കാം. 3-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 30 വരെയുള്ള വേദഭാഗങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ആ വിഷയങ്ങൾ അതിൻ്റെ സമ്മറി പറയുകയുണ്ടായി. ഇന്നത്തെ എപ്പിസോഡിൽ ആ വേദഭാഗങ്ങളിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട വിഷയം നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഈ 3-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 30 വരെയുള്ള വേദഭാഗങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമേ നിങ്ങൾ കാണുകയുള്ളൂ. സമവീക്ഷണ സുവിശേഷങ്ങളാകുന്ന മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നീ സുവിശേഷങ്ങളിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ പ്രധാനപ്പെട്ട വിഷയം ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ 3-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ അന്ന് യോഹന്നാനെ തടവിൽ ആക്കിയിരുന്നില്ല എന്ന ആ ഒരു കമൻ്റ് എഴുത്തുകാരൻ കൂട്ടിച്ചേർക്കാൻ ഒരു കാരണമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം മറ്റ് സമവീക്ഷണ സുവിശേഷങ്ങൾക്ക് ശേഷമാണ് എഴുതിയത്. തീർച്ചയായും തൻ്റെ വായനക്കാർ മറ്റ് സുവിശേഷങ്ങൾ വായിച്ച് യോഹന്നാൻ സ്നാപകൻ്റെ ശുശ്രൂഷയും യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് അവർക്കൊരു ധാരണ ഉള്ളവരാണ് എന്ന ചിന്ത എഴുത്തുകാരനുണ്ട്. അതുകൊണ്ട് ഈ സംഭവം യോഹന്നാൻ സ്നാപകനെ തടവിലിടുന്നതിന് മുൻപും യേശുക്രിസ്തുവിനെ 40 ദിവസം പിശാച് പരീക്ഷിക്കുന്നതിന് മുൻപുമുള്ള സംഭവമായിട്ടാണ് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. സമവീക്ഷണ സുവിശേഷങ്ങളിൽ ഇല്ലാത്ത ഈ വിഷയം യോഹന്നാൻ എഴുതുമ്പോൾ അതിൻ്റെ ആ ക്രോണോളജിക്കൽ ഓർഡർ വായനക്കാരെ ഗ്രഹിപ്പിക്കുവാനാണ് ആ 24-ാമത്തെ വാക്യം കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അല്ലായെങ്കിൽ ഒരുപക്ഷെങ്കിൽ വായനക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ട്. 22 മുതലുള്ള വേദഭാഗങ്ങളുടെ വിഷയം യോഹന്നാൻ സ്നാപകനും യേശു കർത്താവും ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യുന്ന കാലഘട്ടം. സമവീക്ഷണ സുവിശേഷങ്ങളിൽ ആ ഒരു ധാരണ പെട്ടെന്ന് നമുക്ക് ലഭിക്കത്തില്ല. ഇവിടെ നിന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് യേശുക്രിസ്തുവിന് മുന്നോടിയായിട്ട് യോഹന്നാൻ സ്നാപകൻ ദൈവത്താൽ അയക്കപ്പെട്ടവനായിട്ട് വന്നു. ഒരു കാലഘട്ടം വരെ താനായിരുന്നു ഏറ്റവും പോപ്പുലറായി ശുശ്രൂഷിച്ചത്. എന്നാൽ യേശു കർത്താവ് 30-ാമത്തെ വയസ്സിൽ ശുശ്രൂഷ ആരംഭിച്ച സമയത്ത് യോഹന്നാൻ്റെ ശുശ്രൂഷ ഫെയ്ഡ് ചെയ്ത് മാറുന്നതായിട്ട് നമ്മൾക്ക് കാണുവാൻ കഴിയും. ആ സമയത്ത് ആ കാലഘട്ടത്തിൽ യോഹന്നാൻ്റെ മിനിസ്ട്രിയും യേശുവിൻ്റെ മിനിസ്ട്രിയും ഓവർലാപ്പ് ചെയ്ത ഒരു ഘട്ടം ഉണ്ട്. ആ സമയത്ത് നടന്ന ഒരു സംഭവമാണ് ഇവിടെ യോഹന്നാൻ എന്ന എഴുത്തുകാരൻ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യന്മാർക്ക് ഒരു യഹൂദനുമായി ശുദ്ധീകരണത്തെക്കുറിച്ചൊരു തർക്കമുണ്ടായി. ആ യഹൂദൻ ആരാണ് എന്ന് ഇവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ സൂചനകൾ തരുന്നത് ആ യഹൂദൻ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയ്ക്ക് താൻ ഒരു അനുഭാവിയാണ് എന്ന ചിന്ത
നമ്മൾക്ക് ഈ വേദഭാഗത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആ തർക്കം ശുദ്ധീകരണത്തെക്കുറിച്ചാണ് എന്ന് 25-ാം വാക്യത്തിൽ നമ്മൾക്ക് കാണാം. ശുദ്ധീകരണം എന്നുള്ളത് പൊതുവിലുള്ള ഒരു വാക്കാണ്. അനേക ശുദ്ധീകരണ നിയമം യഹൂദന്മാർക്കുണ്ട് എന്ന് എൻ്റെ കേൾവിക്കാർക്ക് അറിയാമല്ലോ. എന്നാൽ 26-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കുറച്ചുകൂടെ സ്പെസിഫിക്കായി ആ ശുദ്ധീകരണം സ്നാനത്തെക്കുറിച്ചാവാൻ സാധ്യതയുണ്ട് എന്നൊരു ചിന്ത നമ്മൾക്ക് കിട്ടുന്നുണ്ട്. 26-ാം വാക്യത്തിൽ അവർ, അതായത് യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യന്മാർ, യോഹന്നാൻ്റെ അടുക്കൽ വന്ന് അവനോട്, റബി, യോർദാൻ അക്കരെ നിന്നോടുകൂടെ ഇരുന്നവൻ നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു, എല്ലാവരും അവൻ്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു. യോഹന്നാൻ്റെ ശിഷ്യന്മാർ അസൂയ കൊണ്ടുവന്ന് പറയുന്ന വാക്കുകളായിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഈ കാര്യങ്ങൾ പ്രസ്താവിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ യോഹന്നാൻ സ്നാപകനും യേശു കർത്താവും ഒരുമിച്ച് ശുശ്രൂഷിക്കുകയാണ്. യോഹന്നാൻ സ്നാപകൻ വടക്കേ ദേശത്തും യേശു കർത്താവ് യഹൂദിയുടെ പ്രദേശത്ത് തെക്കും ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും പോപ്പുലറാണ്, രണ്ടുപേർക്കും ക്രൗഡുണ്ട്, രണ്ടുപേരും സ്നാനപ്പെടുത്തുന്നുണ്ട്. യേശു കർത്താവ് സ്നാനപ്പെടുത്തിയത് എങ്ങനെയാണ് എന്ന് 4-ാം അധ്യായത്തിൻ്റെ 2-ാം വചനം വായിക്കുമ്പോൾ പൂർണ്ണമായ ഒരറിവ് നമുക്കുണ്ടാകുന്നത്, ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചിട്ടില്ലതാനും. യേശു കർത്താവിൻ്റെ മേൽനോട്ടത്തിൽ ശിഷ്യന്മാർ സ്നാനപ്പെടുത്തിയെന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ രണ്ട് കൂട്ടരും സ്നാനം കഴിപ്പിക്കുന്നുണ്ട്. രണ്ടുപേരുടെ അടുക്കലും ആളുകൾ വരുന്നുണ്ട്. രണ്ടുപേരും പോപ്പുലറാണ്. ആ സമയത്താണ് ഈ ഒരു തർക്കമുണ്ടാകുന്നത്. ഈ തർക്കമുണ്ടായിക്കഴിഞ്ഞ് യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യന്മാർ യോഹന്നാനോട് വന്നു പറയുന്ന വിഷയം യേശുവിൻ്റെ സ്നാനത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് തീർച്ചയായും ശുദ്ധീകരണം എന്ന ആ വിഷയം സ്നാനത്തെക്കുറിച്ചാവാനാണ് സാധ്യത എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. രണ്ടുപേരും സ്നാനപ്പെടുത്തുന്നെങ്കിൽ ആരുടെ സ്നാനമാണ് വാലിഡായിട്ടുള്ള സ്നാനം? അതൊരു ജെനുവിൻ ക്വസ്റ്റ്യനാണ്. യോഹന്നാൻ്റെ ശിഷ്യന്മാർ യോഹന്നാൻ്റെ അടുക്കൽ വരുമ്പോൾ ഈ തർക്കത്തെ തുടർന്ന് അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുകയാണ്. അവർ വളരെയധികം സ്നേഹിക്കുന്ന യോഹന്നാൻ സ്നാപകനിൽ നിന്ന് ആളുകൾ യേശുവിങ്കിലേക്ക് തിരിയുന്നത് കണ്ട് അവർക്ക് വളരെ ഭാരമുണ്ടായാണ് അവർ യോഹന്നാൻ സ്നാപകൻ്റെ അടുക്കൽ വരുന്നത്. യോഹന്നാൻ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതായിട്ട് 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ആ 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ ക്രോഡീകരിച്ചാണ് 30-ാം വാക്യത്തിൽ യോഹന്നാൻ പറയുന്നത്, അവൻ വളരണം, ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു. യാതൊരു നിലയിലും തൻ്റെ ശിഷ്യന്മാർ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാതെ, താൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്, തനിക്ക് ശുശ്രൂഷയുണ്ട്, എന്നാൽ ആ ശുശ്രൂഷയ്ക്ക് പരിധിയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി ശിഷ്യന്മാരെ ശാന്തപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 25-26 വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്നാനത്തെക്കുറിച്ചാവാനാണ് സാധ്യത ആ തർക്കം. യോഹന്നാൻ്റെ സ്നാനമുണ്ട്, യേശുവിൻ്റെ ശിഷ്യന്മാർ സ്നാനപ്പെടുത്തി. അതിനെ ചൊല്ലിയാവാനാണ് സാധ്യത തർക്കം. സ്നാനമെന്ന വിഷയം ഇന്നും ക്രൈസ്തവ ഗോളത്തിൽ ഒരു തർക്ക വിഷയം തന്നെയാണ്. ഇവിടെ യോഹന്നാൻ സ്നാനപ്പെടുത്തിയതും യേശുവിൻ്റെ ശിഷ്യന്മാർ സ്നാനപ്പെടുത്തിയതും ഇന്ന് ക്രിസ്തീയ സഭയിൽ നിലവിലുള്ള സ്നാനം അല്ല. അങ്ങനെ ഞാൻ പറയുമ്പോൾ ഈ എപ്പിസോഡിലും അടുത്ത എപ്പിസോഡിലും സ്നാനങ്ങളെക്കുറിച്ചുള്ള ഒരു ലഘു പഠനം നടത്തുവാനാണ് ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. ക്രിസ്ത്യൻ ഇറയ്ക്ക് മുൻപ് തന്നെ, ക്രിസ്ത്യാനിത്വത്തിന് മുൻപ് തന്നെ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്നാനം പരിചയമുണ്ടായിരുന്നു. അവരുടെ ഇടയിൽ നിലവിൽ നിന്ന ഒരു സ്നാനമാണ് പ്രോസ്ലൈറ്റ് സ്നാനം. ആ കാലഘട്ടത്തിൽ യഹൂദ മതയനുസാരികൾ വളരെ ഫെർവൻ്റായിട്ട് ഇവാഞ്ചലിസ്റ്റിക് ഔട്ട്റീച്ചുകൾ നടത്തുമായിരുന്നു. വളരെ തീഷ്ണതയോടെ ഏക സത്യ ദൈവത്തെക്കുറിച്ച് യഹൂദന്മാർ പ്രചരിപ്പിക്കുമായിരുന്നു. അത് കേട്ട് ഏക സത്യ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് കിട്ടിയ ജാതീയ പശ്ചാത്തലത്തിലുള്ള ആളുകൾ
യഹൂദ മതത്തിൽ ചേരുവാൻ ആഗ്രഹിച്ചു. അങ്ങനെയുള്ളവർക്ക് യഹൂദന്മാർ സ്നാനം കൊടുത്തിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെ ഏകസത്യ ദൈവത്തെക്കുറിച്ച് അവർ മനസ്സിലായി. ഏകസത്യ ദൈവം കൊടുത്ത പ്രമാണമനുസരിക്കുവാൻ താല്പര്യപ്പെട്ടവർ യഹൂദ മതം ചേരുവാൻ അവർ താല്പര്യപ്പെട്ടു. അങ്ങനെയുള്ളവരോട് എല്ലാ നിയമങ്ങളും ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞ് മനസ്സിലാക്കും. അതിനുശേഷം അവർക്കത് ഏറ്റെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ അവരെ സ്നാനപ്പെടുത്തുന്ന ഒരു പതിവുണ്ട്. ആ സ്നാനത്തിന് 3 സ്റ്റേജുകൾ ഉണ്ടായിരുന്നു. പ്രോസ്ലൈറ്റ് സ്നാനത്തിന് 3 സ്റ്റേജുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ സ്റ്റേജ് മില എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ്. അല്ലെങ്കിൽ ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് യഹൂദ മതം ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാൻ താല്പര്യപ്പെട്ട പുരുഷന്മാരെ പരിച്ഛേദന കഴിക്കുന്ന ഒരു ആദ്യത്തെ സ്റ്റേജുണ്ട്. രണ്ടാമത്തെ സ്റ്റേജ് തെബില്ല അല്ലെങ്കിൽ ആ സ്നാന ശുശ്രൂഷയാണ്. വെള്ളത്തിൽ ഇറക്കി മുക്കി അവരെ സ്നാനപ്പെടുത്തുമായിരുന്നു. അങ്ങനെ ആ സ്നാനം കഴിഞ്ഞിട്ട് വെള്ളത്തിൽ നിന്ന് കയറി വരുന്ന ആ വ്യക്തിയോട് റബിമാർ പറഞ്ഞിരുന്നത്, നിങ്ങളുടെ പഴയ സ്വഭാവ, പഴയ പാപം ഇതെല്ലാം ആ വെള്ളത്തിൽ കുഴിച്ചു മൂടി ഒരു പുതിയ ശിശുവായി പിറന്നു വീണു എന്നാണ് റബിമാർ അവരെക്കുറിച്ച് പറഞ്ഞിരുന്നത്. മൂന്നാമത്തെ സ്റ്റേജ് കോർബാൻ. ഒരു മൃഗത്തെ എടുത്ത് അതിനെ കൊന്ന് അതിൻ്റെ രക്തമെടുത്ത് ഈ സ്നാനപ്പെട്ട ആളിനെ സ്പ്രിങ്കിൾ ചെയ്യുന്ന, തളിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു പ്രോസ്ലൈറ്റ് സ്നാനങ്ങൾ. അത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം യോഹന്നാൻ വന്ന സ്നാനം പറയുമ്പോൾ അവർക്ക് സ്നാനത്തിൽ അന്തർലീനമായി കിടക്കുന്ന ആശയം അവർക്ക് ശരിക്കും അറിയാമായിരുന്നു. പുതിയ ഒരു ജീവിതത്തിൻ്റെ തുടക്കമാണെന്നും പഴയ അനുഭവങ്ങളെയും പാപങ്ങളെയും കുഴിച്ചു മൂടുന്നതാണെന്നും ഒരു വ്യക്തി മരിക്കുന്നത് പോലെയാണെന്നുമുള്ള ആശയം അവർക്ക് അറിയാമായിരുന്നു. യോഹന്നാൻ്റെ സ്നാനവും ഇന്നത്തെ ക്രിസ്തീയ സ്നാനവും തമ്മിലും വ്യത്യാസമുണ്ട്. യോഹന്നാൻ്റെ സ്നാനം പ്രധാനമായി യഹൂദന്മാർക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പ്രോസ്ലൈറ്റ് സ്നാനങ്ങൾ യഹൂദ മതത്തിൽ ചേരുവാൻ ജാതിക ആളുകൾക്ക് കൊടുത്തു. എന്നാൽ യോഹന്നാൻ സ്നാപകൻ യഹൂദന്മാരെ തന്നെ സ്നാനപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. യോഹന്നാൻ്റെ സ്നാനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ ധാരാളം റഫറൻസുകളുണ്ട്. ചിലത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വേദഭാഗം, ലൂക്കോസ് 3, 2-3 വാക്യങ്ങൾ, മത്തായി 3-ന്റെ 6-ാം വാക്യവും 11-ാം വാക്യവും ഇതൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകൻ്റെ സ്നാനം മാനസാന്തര സ്നാനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതാണ് രണ്ടാമത് ഞാൻ വിശദീകരിക്കുന്ന സ്നാനം. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. ആ വേദഭാഗം നിങ്ങൾക്കായി ഞാനിവിടെ വായിക്കുന്നു. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. ഞാൻ നിനക്ക് മുൻപായി എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിൻ്റെ വഴി ഒരുക്കും. കർത്താവിൻ്റെ വഴി ഒരുക്കുവീൻ, അവൻ്റെ പാത നിരപ്പാക്കുവീൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്ക് എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യോഹന്നാൻ വന്ന് മരുഭൂമിയിൽ സ്നാനം കഴിപ്പിച്ചു, പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചും കൊണ്ടിരുന്നു. അവൻ്റെ അടുക്കൽ യഹൂദ ഒക്കെയും യെരുശലേമ്യർ എല്ലാവരും വന്ന് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യോർദാൻ നദിയിൽ അവനാൽ സ്നാനം കഴിപ്പിച്ചു. അപ്പം യോഹന്നാൻ്റെ സ്നാനം മാനസാന്തര സ്നാനമാണ്. യഹൂദന്മാർ പ്രസംഗം കേട്ട് പാപബോധമുണ്ടായി ആ പാപത്തെ ഏറ്റുപറഞ്ഞ് ആ ഏറ്റുപറഞ്ഞതിൻ്റെ സൂചനയായി അവർ വെള്ളത്തിലിറങ്ങി. യോഹന്നാൻ സ്നാപകൻ വെള്ളത്തിൽ അവരെ മുക്കി സ്നാനം കഴിപ്പിച്ചു. ഇതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിലേക്ക് ദൈവമക്കൾ വരുമ്പോൾ അതിൻ്റെ 3-ാം അധ്യായത്തിൽ
ഒരു പ്രത്യേക വിഷയം നമുക്ക് കാണുവാൻ കഴിയും. 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം മുതൽ പരിശോധിച്ചാൽ, തൻ്റെ സ്നാനത്തിനായി പരീശരിലും സദൂക്യരിലും പലർ വരുന്നത് കണ്ടപ്പോൾ അവൻ അവരോട് പറഞ്ഞത്. ആ കാലഘട്ടത്തിലെ ഏറ്റവും ഉന്നതമായ ആത്മീക നിലവാരം പുലർത്തിയവരെന്ന് തങ്ങളെക്കുറിച്ച് തന്നെ കരുതിയവരാണ് പരീശന്മാരും സദൂക്യരും. അവരും സ്നാനപ്പെടുവാനായിട്ട് വന്നപ്പോൾ യോഹന്നാൻ സ്നാപകൻ അവരോട് പറയുകയാണ്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആര്? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവീൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായി ഉണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവടിന് കോടാലി വച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം എല്ലാം വെട്ടി തീയിൽ ഇട്ടുകളയുന്നു. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേയുള്ളൂ. 11-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം കൂടിയാണ് ഞാൻ വായിച്ചത്. യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ പരീശന്മാരും സദൂക്യരും സ്നാനമേൽക്കാൻ വന്നപ്പോൾ സർപ്പസന്തതികളെന്നാണ് അവരെ വിളിക്കുന്നത്. എന്താ അതിൻ്റെ കാരണം? ഉള്ളിൽ മാനസാന്തര അനുഭവമില്ലാതെ മതപരമായ ഒരു ചടങ്ങായി യോഹന്നാൻ്റെ സ്നാനം സ്വീകരിക്കുവാൻ ഈ ആളുകൾ, പരീശന്മാരും സദൂക്യരും കടന്നു വന്നത് കണ്ട് അവരെ വിവേചിച്ചുകൊണ്ടാണ് സർപ്പസന്തതികളെ എന്നവരെ വിളിക്കുന്നത്. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ്റെ സ്നാനത്തിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് റിപ്പൻറ്റൻസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം അതായിരുന്നു, മാനസാന്തരപ്പെടുവീൻ. മാനസാന്തരപ്പെടുന്ന ആളുകൾക്ക് മാനസാന്തരത്തിന് യോഗ്യമായ ഫലങ്ങൾ വേണമെന്ന് യോഹന്നാൻ സ്നാപകൻ വളരെ കർശനമായി പഠിപ്പിച്ചിരുന്നു. അപ്പോൾ ഉള്ളിൽ വന്ന ട്രാൻസ്ഫോർമേഷൻ്റെ പ്രത്യക്ഷമാകുന്ന അടയാളമായിരുന്നു മാനസാന്തര സ്നാനമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. 3-ാമത്തെ ഒരു സ്നാനം യേശു കർത്താവ് സ്വീകരിച്ച വെള്ളത്തിലെ ഒരു സ്നാനമുണ്ട്. ബൈബിൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ധാരാളം സ്നാനങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. അതിൽ വെള്ളത്തിലെ സ്നാനം മാത്രമാണ് ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുന്നത്. ആദ്യമായി നമ്മൾ ചിന്തിച്ചത് പ്രോസലൈറ്റ് സ്നാനം. ജാതിയിൽ നിന്നുള്ള ആളുകളെ ഏകസത്യ ദൈവ വിശ്വാസത്തിലേക്ക് അവർ വരുമ്പോൾ യഹൂദ മതം സ്വീകരിച്ച് ഏകസത്യത്തെ പ്രസാദിപ്പിക്കുവാൻ തയ്യാറായ ജാതീയ പശ്ചാത്തലത്തിലുള്ളവരെ സ്നാനപ്പെടുത്തുന്ന സ്നാനം. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത് യോഹന്നാൻ്റെ മാനസാന്തര സ്നാനമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ സ്നാനങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ ഇടയായി തീർന്നത്? ഇന്നും അന്നത്തെ പോലെ തന്നെ സ്നാനങ്ങളെക്കുറിച്ച് തർക്കം ക്രിസ്ത്യാനിത്വത്തിൽ ഉണ്ട്. അതുകൊണ്ട് സ്നാനത്തെക്കുറിച്ചൊരു ലഘു പഠനം നമ്മൾ 2 എപ്പിസോഡുകളായി നടത്തുവാൻ താല്പര്യപ്പെടുകയാണ്. ഇതതിൻ്റെ ആദ്യ എപ്പിസോഡാണ്. യേശു കർത്താവിൻ്റെ സ്നാനം ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളാണ്. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാനക്കരെ അവൻ്റെ അടുക്കൽ വന്നു. അപ്പം യേശു യോർദാനിൽ വരുന്നത് യോഹന്നാൻ സ്നാപകൻ്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുവാനാണ്. യോഹന്നാൻ ഏതു സ്നാനമാണ് കൊടുക്കുന്നത്? മാനസാന്തര സ്നാനമാണ്. യേശുവിന് മാനസാന്തരം ആവശ്യമാണോ? ദൈവത്തിൻ്റെ വചനം 2 കൊരിന്ത്യർ 5-ാം അധ്യായം 21, 1 പത്രോസ് 2:22 എന്നീ വാക്യങ്ങളിൽ യേശു കർത്താവ് ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ല. അവിടുന്ന് പാപം ചിന്തിച്ചിട്ടില്ല. അവിടുത്തെ പെരുമാറ്റത്തിൽ പാപമില്ല, മനോഭാവത്തിൽ പാപമില്ല, വാക്കിൽ പാപമില്ല. പാപമില്ലാത്ത നിഷ്കളങ്ക ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. പിന്നെ അവിടുന്ന് എന്തിനാണ് യോഹന്നാൻ സ്നാപകൻ്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുന്നത്? യേശു സ്നാനമേൽക്കുവാനായിട്ട് വന്നപ്പോൾ 14-ാം വാക്യത്തിൽ യോഹന്നാനോ അവനെ വിലക്കി. യോഹന്നാൻ സ്നാപകൻ കാര്യങ്ങൾ മനസ്സിലാക്കി യേശുവിനെ വിലക്കുകയാണ്. പാപമില്ലാത്തവനാണ് യോഹന്നാൻ സ്നാപകൻ്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുവാൻ കടന്നു വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കി യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, നിനക്കിതിൻ്റെ ആവശ്യമില്ല. അവനെ വിലക്കി. നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം
പിന്നെ നീ എൻ്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. 15-ാം വാക്യത്തിൽ യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അവൻ അവനെ സമ്മതിച്ചു. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. ആദ്യം യോഹന്നാൻ സ്നാപകൻ യേശുവിനെ വിലക്കി. കാരണം യേശുവിന് മാനസാന്തര സ്നാനത്തിൻ്റെ ആവശ്യമില്ല, യേശു പാപം ചെയ്തിട്ടില്ല. പക്ഷേ യേശുവിൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? 15-ാം വാക്യത്തിൽ യേശു അവനോട് ഇപ്പോൾ സമ്മതിക്കുക. യേശു തനിക്ക് പാപമില്ല എന്നുള്ളത് അവിടെ വ്യക്തമാക്കുകയാണ്. യേശു യോഹന്നാൻ സ്നാപകനേക്കാൾ സുപ്പീരിയറാണെന്നുള്ളതും അതിനകത്ത് അന്തർലീനമായി കിടക്കുന്നുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല യേശു സ്നാനപ്പെടുന്നത്. ഇപ്പോൾ സമ്മതിക്ക്, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്നുത്തരം പറഞ്ഞു. യോഹന്നാനെ, നമ്മുടെ രണ്ടുപേരുടെയും ശുശ്രൂഷയ്ക്ക് നീ ഇപ്പോൾ ഇത് സമ്മതിക്കണം, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കേണ്ടത് ഉചിതമാണ്. അർത്ഥം, യോഹന്നാനെ, എനിക്ക് പാപമില്ല, മാനസാന്തരപ്പെടുവാനല്ല ഞാൻ ഈ സ്നാനപ്പെടുന്നത്. ദൈവം വെച്ച വഴി ഇതായതുകൊണ്ട്, ദൈവത്തിൻ്റെ ശരിയായ വഴി ഇതായതുകൊണ്ട്, ദൈവത്തിൻ്റെ നീതി ഇതായതുകൊണ്ട് ഞാൻ എന്നെ അതിന് സമർപ്പിക്കുന്നു. സ്നാനം കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗത്തിൽ നിന്ന് പിതാവാം ദൈവത്തിൻ്റെ ശബ്ദം അവർ കേൾക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ സ്നാനം ഒരു യുണീക്ക് സ്നാനമാണ്. പാപം ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടുവാനല്ല യേശു സ്നാനപ്പെട്ടത്. യേശു പിതാവാം ദൈവം ആ കാലഘട്ടത്തിൽ വച്ചിരിക്കുന്ന ശരിയായ വഴി, നീതീകരിക്കപ്പെടുവാൻ വെച്ചിരിക്കുന്ന ശരിയായ വഴി അതായതുകൊണ്ട് അതനുസരിക്കുവാൻ പുത്രനായ യേശു തന്നെ തന്നെ താഴ്ത്തി. അങ്ങനെയാണ് നമ്മൾക്ക് ആ വേദഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പിതാവാം ദൈവത്തിൻ്റെ വഴികൾ പെർഫെക്റ്റ് ആണ് എന്ന് പുത്രനായ യേശുവിനറിയാം. ആ പെർഫെക്റ്റായിട്ടുള്ള വഴിയിൽ താൻ പൂർണ്ണമായി അനുസരിക്കുവാൻ താൻ തന്നെ തന്നെ വിധേയപ്പെടുത്തി. ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വഴിയിൽ യേശു കർത്താവ്, പാപം ചെയ്യാത്ത യേശു, യോഹന്നാൻ സ്നാപകൻ്റെ കൈക്കീഴിൽ യോർദാനിൽ സ്നാനമേൽക്കേണ്ടത് ആവശ്യമെന്ന് പിതാവാം ദൈവം കരുതി. പുത്രനായ യേശു അത് പൂർണ്ണമായി അനുസരിച്ചു. അതാണ് മൂന്നാമത്തെ സ്നാനം. നാലാമത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ച യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം, അതിനുശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദ്യ ദേശത്ത് വന്ന് അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ വിശദീകരണമാണ് 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ. ശിഷ്യന്മാർ അല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ലതാനും. യേശുവിൻ്റെ ശിഷ്യന്മാർ അഡ്മിനിസ്റ്റർ ചെയ്ത സ്നാനം 4-ാമത്തെ സ്നാനമായി ഞാൻ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുന്നു. യേശുവിൻ്റെ മേൽനോട്ടത്തിലാണ് അവർ ആ ശുശ്രൂഷ ചെയ്തതെന്ന് നമ്മൾക്ക് ഈ 2 വേദഭാഗങ്ങൾ ചേർത്ത് പഠിക്കുമ്പോൾ ഗ്രഹിക്കുവാൻ കഴിയുന്നതാണ്. എന്തിനാണ് ആ സ്നാനം? യേശുവിൻ്റെ ശിഷ്യന്മാർ സ്നാനപ്പെടുത്തി. ആ സ്നാനം എന്തിനാണ്? അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, യേശുവിൻ്റെ പ്രസംഗ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ആ പ്രസംഗത്തോട് പ്രതികരിക്കുന്നവർ, പോസിറ്റീവായി അതിനെ ഏറ്റെടുക്കുന്നവർക്ക് തീർച്ചയായും സ്നാനം കൊടുത്തു എന്നാണ് നമ്മൾക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നത്. യേശു പറഞ്ഞ വചനത്തെ അനുസരിക്കുവാനായി കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ആ കമ്മിറ്റ്മെൻറ്റിൻ്റെ സൂചനയായി, യേശുവിനുള്ള വിശ്വാസത്തിൻ്റെ സൂചനയായി യേശുവിൻ്റെ ശിഷ്യന്മാർ ആ സ്നാനം കൊടുത്തു എന്ന് നമ്മൾക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. എന്നാൽ ഇതൊന്നുമല്ല ഇന്ന് നിലവിലുള്ള ക്രിസ്തീയ വിശ്വാസ സ്നാനം.
അന്ന് യേശുവിൻ്റെ ശിഷ്യന്മാർ കൊടുത്തതും ഇന്ന് നിലവിലുള്ള ക്രിസ്തീയ വിശ്വാസ സ്നാനം അല്ല. ഇന്ന് നിലവിലുള്ള ക്രിസ്തീയ വിശ്വാസ സ്നാനം യേശുക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുവാനുള്ളതാണ് എന്ന് റോമാലേഖനം 6-ാം അധ്യായം നമ്മൾ അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ യേശു ഈ സമയത്ത് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സ്നാനം ഇന്ന് നിലവിലുള്ള ക്രിസ്തീയ സ്നാനം അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിലവിലുള്ള ക്രിസ്തീയ സ്നാനം എങ്ങനെയുള്ളതാണ്? ഇന്ന് നിലവിലുള്ള ക്രിസ്തീയ സ്നാനത്തിൻ്റെ അർത്ഥമെന്താണ്? ഈ കാര്യങ്ങളാണ് തുടർന്ന് ഞാൻ വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നത്. തീർച്ചയായിട്ടും അത് ഇന്നത്തെ ഒരെപ്പിസോഡിൽ അത് പൂർണ്ണമാകുകയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അടുത്ത എപ്പിസോഡിലും ആ കാര്യങ്ങൾ പറയുവാനായി ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ഒന്നാമത് നാം മനസ്സിലാക്കേണ്ടത്, ഇന്ന് നിലവിലുള്ള ക്രിസ്തീയ സ്നാനം യേശുക്രിസ്തു കൽപ്പിച്ചു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് കൽപ്പിച്ച കൽപ്പനയിലുള്ള പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ് വിശ്വാസ സ്നാനം. മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 19-20 വാക്യങ്ങളിൽ, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ഇതോട് ചേർന്ന് മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിന് 15-16 വാക്യങ്ങളിലൂടെ ഞാൻ വായിക്കുന്നു. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുവീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇന്ന് നിലവിലുള്ള ക്രിസ്തീയ സ്നാനം വിശ്വാസ സ്നാനമാണ് എന്ന് ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. കർത്താവ് ശിഷ്യന്മാരെ കമ്മീഷൻ ചെയ്യുന്നത്, എല്ലായിടത്തും നിങ്ങൾ പോയി സുവിശേഷം പ്രസംഗിക്കണം. സുവിശേഷം വിശ്വസിക്കുന്ന ആളുകളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾ സ്നാനപ്പെടുത്തണം. ഇതാണ് ഈ 2 വാക്യങ്ങളുടെ ചേർത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. യോഹന്നാൻ കൊടുത്തത് മാനസാന്തര സ്നാനമാണ്. മാനസാന്തരം ഹൃദയത്തിൽ നടക്കുന്നതാണ്. മാനസാന്തരപ്പെട്ട ആളുകളെ ആ ഉള്ളിൽ നടന്ന മാനസാന്തരത്തിൻ്റെ ബാഹ്യമായ തെളിവായിട്ട് അവരെ വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തി. പ്രോസ്ലൈറ്റ് സ്നാനം ജാതിക പശ്ചാത്തലത്തിലുള്ളവർ യഹൂദ മതം ചേരുവാനായി ഏകസത്യ ദൈവ വിശ്വാസം അവരിൽ വന്ന് ആ നിലയിൽ യഹൂദ മതത്തിലേക്ക് ചേരുവാൻ താല്പര്യപ്പെട്ടവരെ യഹൂദന്മാർ സ്നാനപ്പെടുത്തിയതാണ് പ്രോസ്ലൈറ്റ് സ്നാനം. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ കൊടുത്ത സ്നാനം യേശുക്രിസ്തു പ്രസംഗിച്ച പ്രസംഗത്തെ പോസിറ്റീവായി പ്രതികരിച്ചതുകൊണ്ട് അവർക്ക് കൊടുത്ത സ്നാനമാണ്. യേശുവിൻ്റെ സ്നാനം സകല നീതി നിവർത്തിക്കേണ്ടതിന് യോഹന്നാൻ്റെ കൈക്കീഴിൽ യേശു സ്നാനപ്പെട്ടു. എന്നാൽ ഇന്ന് നിലവിലുള്ള ക്രിസ്തീയ സ്നാനം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. സുവിശേഷം കേട്ട്, എന്താണ് സുവിശേഷം? യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള വാർത്തയാണ് സുവിശേഷം. സുവിശേഷം കേട്ട് സുവിശേഷം വിശ്വസിക്കുന്ന ആളുകളെ ശിഷ്യന്മാർ സ്നാനപ്പെടുത്തണമെന്ന് യേശു ആവശ്യപ്പെടുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത്. കർത്താവിൻ്റെ കൽപ്പനയാണ് സ്നാനം. ആർക്കാണ് സ്നാനം? യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നവർക്കാണ് സ്നാനം. തങ്ങളൊരു പാപിയാണ് എന്ന് ബോധ്യം വന്ന് പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ ദൈവം വച്ചിരിക്കുന്ന ഏകരക്ഷകൻ യേശുക്രിസ്തുവാണെന്ന് ഗ്രഹിച്ച് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഉള്ളിൽ സ്വീകരിച്ച് കർത്താവിനോട് ചേരുവാൻ
കർത്താവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുവാനാണ് പുതിയ നിയമത്തിൽ ദൈവസഭ ഇന്ന് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന സ്നാനം. അത് വിശ്വാസ സ്നാനമാണ്. അനേക ആളുകൾ ഇന്നും സ്നാനത്തെക്കുറിച്ച് തർക്കിക്കുന്നവരുണ്ട്. പല വിധത്തിലാണ് ഇന്നത്തെ ക്രൈസ്തവ ഗോളം വിശ്വാസ സ്നാനത്തെ വീക്ഷിക്കുന്നത്. എൻ്റെ കേൾവിക്കാരോട് ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് സ്നേഹത്തോടെ പറയട്ടെ, ദൈവത്തിൻ്റെ വചനം ശരിയാവണ്ണം വായിച്ചാൽ പരിശുദ്ധാത്മാവ് ആ വചനത്തെ ഹൃദയത്തിൽ ഗ്രഹിപ്പിക്കും. ദൈവത്തിൻ്റെ വചനം തർക്കത്തിനുള്ളതല്ല. സ്നാനം യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയാണെങ്കിൽ, സുവിശേഷം വിശ്വസിക്കുന്നവർ സ്നാനപ്പെടണമെന്നുള്ളത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണെങ്കിൽ, അതനുസരിക്കുവാൻ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് ആ വിഷയത്തിന് ഏൽപ്പിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. ഒരിക്കലും മത്സരിച്ച് നിൽക്കരുത്. ദൈവവചനത്തോട് മത്സരിക്കുന്നത് ദൈവത്തോട് മത്സരിക്കുകയാണ്. ദൈവവചനത്തെ അനുസരിക്കുന്നത് ദൈവത്തെ അനുസരിക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരാൾക്ക് ദൈവവചനത്തോട് എങ്ങനെ മത്സരിക്കാൻ കഴിയും? ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനം അനുസരിച്ചിട്ടാണ്. വിശ്വസിക്കാത്ത ഒരാളിനെ സ്നാനപ്പെടുത്തുവാൻ വ്യവസ്ഥയില്ല. സുവിശേഷം വിശ്വസിക്കുന്നയാളിനെ സ്നാനപ്പെടുത്തണമെന്നാണ് യേശുക്രിസ്തു കൽപ്പിച്ചത്. കർത്താവ് കൽപ്പിച്ചു. അടുത്തായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് അപ്പോസ്തോലന്മാർ സ്നാനത്തെക്കുറിച്ച് ലേഖനങ്ങളിൽ പഠിപ്പിച്ചിരുന്നു. റോമാലേഖനം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഞാൻ നേരത്തെ ഉദ്ധരിച്ചതാണ്. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതുമ്പോൾ സ്നാനത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണം തരുന്നുണ്ട്. മറ്റ് പല ലേഖനങ്ങളിൽ സ്നാനത്തെക്കുറിച്ച് പത്രോസും പൗലോസും ഒക്കെ പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം നിങ്ങൾ വായിച്ചാൽ ആദിമ സഭയിൽ സ്നാന ശുശ്രൂഷ ഉണ്ടായിരുന്നു. സുവിശേഷ പ്രസംഗത്തിൽ സ്നാനം അവർ പ്രസംഗിച്ചിരുന്നു. പെന്തക്കോസ്ത് ദിവസം ഉണർവുണ്ടായി കഴിഞ്ഞ് ബാക്കി 11 പേരോടുകൂടെ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ച ആദ്യത്തെ പ്രസംഗം അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രസംഗത്തിൻ്റെ അവസാന വേദഭാഗം 37-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇത് കേട്ടിട്ട്, അതായത് പത്രോസിൻ്റെ പ്രസംഗം കേട്ടിട്ട് അവർ, അതായത് യഹൂദന്മാർ, ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. 38-ാം വാക്യത്തിലാണ് പത്രോസിൻ്റെ മറുപടി. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽക്കുവീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. മാനസാന്തരം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, സ്നാനം, പരിശുദ്ധാത്മ സ്നാനം, ഇതെല്ലാം സുവിശേഷത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വിശ്വാസ സ്നാനം എന്നുള്ളതാണ്. വിശ്വാസ സ്നാനം ഇല്ലാതെ ഒരു സുവിശേഷമില്ല. സുവിശേഷത്തിൻ്റെ ഭാഗമാണ് മാനസാന്തരം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, വിശ്വാസ സ്നാനം, പരിശുദ്ധാത്മ സ്നാനം, ഇതെല്ലാം സുവിശേഷത്തിൻ്റെ ഭാഗമാണ്. കുറച്ചുകൂടെ താഴോട്ട് നമ്മൾ 2-ാം അധ്യായത്തിൻ്റെ 40-ാം വാക്യം വായിക്കുമ്പോൾ, മറ്റ് പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. 41-ാം വാക്യത്തിൽ അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. വേർപാടിനെക്കുറിച്ചും 40-ാം വാക്യത്തിൽ സൂചനയുണ്ട്. ഇതെല്ലാം സുവിശേഷത്തിൻ്റെ ഭാഗമാണ്. അനേക ഇടങ്ങളിൽ വിശ്വാസ സ്നാനം എന്ന വളരെ പ്രധാനപ്പെട്ട വിഷയത്തെ ഒളിച്ചു വെച്ച് മറച്ചു വെച്ച് സുവിശേഷം പറയുന്ന ആളുകളുണ്ട്. അത് ദൈവവചന അടിസ്ഥാനത്തിലുള്ള സുവിശേഷം അല്ല. ഇത് ദൈവത്തിൻ്റെ ജനം വളരെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം.
പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട ഒരു സുവിശേഷകനാണെങ്കിൽ പരസ്യവേദികളിൽ സുവിശേഷം പ്രചരിപ്പിക്കുമ്പോൾ മാനസാന്തരവും യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും വിശ്വാസ സ്നാനവും പരിശുദ്ധാത്മ സ്നാനവും പറയുവാൻ ആ വ്യക്തിക്ക് ഒരു ലജ്ജയും ഉണ്ടാകത്തില്ല. വിശ്വാസ സ്നാനത്തെ മാറ്റിവെച്ചിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ആളുകളെ ആ നിലയിൽ സന്തോഷിപ്പിച്ച് വിടുന്നത് ദൈവവചന അടിസ്ഥാനത്തിലുള്ള സുവിശേഷ പ്രചരണങ്ങളല്ല. പരിശുദ്ധാത്മ പൂർണ്ണനായ പത്രോസിൻ്റെ ആദ്യത്തെ പ്രഭാഷണത്തിൽ അദ്ദേഹത്തിന് ഇതൊന്നും പറയുവാൻ മടിയുണ്ടായിരുന്നില്ല. താനിത് പറയുന്നത് ചില ആഴ്ചകൾക്ക് മുമ്പ് യേശുക്രിസ്തുവിനെ ക്രൂശിച്ച യഹൂദന്മാരോടാണ് പറയുന്നത്. നിങ്ങളാണ് യേശുവിനെ ക്രൂശിച്ചത്. അവർക്ക് കുറ്റബോധമുണ്ടായി. ഈ ഭയങ്കര പാപത്തിൽ നിന്ന് ഞങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാം? മറുപടി പത്രോസ് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടണം, ഈ പാപത്തെക്കുറിച്ച് നിങ്ങൾ അനുദപിക്കണം. പക്ഷെ അത് പോരാ, യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കണം. ആ ആശയം അതിനകത്ത് അന്തർലീനമായി കിടക്കുന്ന ഒരാശയമാണ്. വാക്യങ്ങളെല്ലാം കൂടെ കോർത്തിണക്കുമ്പോഴാണ് കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നത്. മത്തായി 28:19-20 മർക്കോസ് 16:15-16 വാക്യവും അപ്പോസ്തലർ പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 38 കൂടെ ചേർത്ത് പഠിക്കുമ്പോഴാണ് ഈ വാക്യത്തിൻ്റെ അകത്ത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസമുണ്ട് എന്ന് നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നത്. മാനസാന്തരപ്പെട്ടയാളിനെ നേരിട്ടങ്ങ് സ്നാനപ്പെടുത്തുകയല്ല, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നയാളിനെയാണ് സ്നാനപ്പെടുത്തേണ്ടത് എന്ന് മറ്റു വാക്യങ്ങളിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ ഈ 38-ാം വചനത്തിനകത്ത് ആ ഭാഗമുണ്ട്. മാനസാന്തരം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, വിശ്വാസ സ്നാനം, പരിശുദ്ധാത്മ സ്നാനം, ഇതാണ് സുവിശേഷം. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം ഒരു ക്ലാസിക് എക്സാമ്പിളാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിൽ നമുക്ക് വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. ആത്മപൂർണനായ ഫിലിപ്പോസിനെ ശമരിയയിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നടത്തി ഷണ്ണനുമായി കണക്റ്റ് ചെയ്യുകയാണ്. അതിൻ്റെ 29-ാം വാക്യം മുതൽ ഞാൻ വായിക്കുന്നു. ആത്മാവ് ഫിലിപ്പോസിനോട്, നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാതിരുന്നാൽ എങ്ങനെ ഗ്രഹിക്കുമെന്ന് അവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണമെന്ന് അപേക്ഷിച്ചു. തിരുവെഴുത്തിൽ അവൻ വായിച്ച ഭാഗമാണിത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്ന ഷണ്ണൻ വായിച്ച വേദഭാഗം ഇനിയും ലൂക്കോസ് കൂട്ടിച്ചേർക്കുകയാണ്. അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി. രോമം കത്രിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതിരുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായ തുറക്കാതിരുന്നു. അവൻ്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവൻ്റെ തലമുറയെ ആര് വിവരിക്കും? ഭൂമിയിൽ നിന്ന് അവൻ്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. 34-ാം വാക്യം. ഷണ്ണൻ ഫിലിപ്പോസിനോട്, ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു? തന്നെക്കുറിച്ചോ മറ്റൊരുത്തനെക്കുറിച്ചോ എന്ന് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. ഈ തിരുവെഴുത്തുകളെ ആധാരമാക്കി താൻ സുവിശേഷം പറയുവാൻ പോകുകയാണ്. 35-ാം വാക്യം. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി, അതായത് മേൽ പറഞ്ഞ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഷണ്ണൻ വായിച്ച ആ വേദഭാഗം, അതിനെ ആധാരമാക്കി സുവിശേഷം അറിയിക്കുവാൻ തുടങ്ങി. സ്നാനത്തെക്കുറിച്ച് പറഞ്ഞുവെന്ന് അവിടെ ഇല്ല, സുവിശേഷം അറിയിച്ചു. 36-ാം വാക്യം. അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഷണ്ണൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിലാകാം എന്ന് പറഞ്ഞു. യേശുക്രിസ്തു ദൈവപുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ തേര് നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിലിറങ്ങി. അവൻ അവനെ സ്നാനം കഴിപ്പിച്ചു. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല. അവൻ സന്തോഷിച്ചും കൊണ്ട് തൻ്റെ വഴിക്ക് പോയി. സ്നാനത്തെക്കുറിച്ച് പറഞ്ഞു എന്നല്ല അവിടെ നമ്മൾ കാണുന്നത്. ഈ വേദഭാഗം ആധാരമാക്കി സുവിശേഷം പറഞ്ഞു. പക്ഷെ വെള്ളമുള്ള സ്ഥലം കാണുമ്പോൾ ഷണ്ണൻ അങ്ങോട്ട് സ്നാനം ആവശ്യപ്പെടുകയാണ്. അതിൻ്റെ അർത്ഥം സുവിശേഷത്തിനകത്ത് സ്നാനം ഉണ്ടെന്നല്ലേ.
ഒരു ക്വാളിഫിക്കേഷൻ മാത്രമാണ് ആ സമയത്ത് ഫിലിപ്പോസ് ആവശ്യപ്പെടുന്നത്. നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ ആകാം. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വേദഭാഗങ്ങൾ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്നാനത്തെക്കുറിച്ചുള്ള ഒരു തർക്കമുണ്ടായി. ശുദ്ധീകരണത്തെക്കുറിച്ച് ഉള്ള ഒരു തർക്കം യോഹന്നാൻ്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും തമ്മിലുണ്ടായി. അത് സ്നാനത്തെക്കുറിച്ചുള്ള ഒരു തർക്കമാവാനാണ് സാധ്യത എന്ന് മനസ്സിലാക്കി. ഇന്നും സ്നാനങ്ങളെക്കുറിച്ച് തർക്കമുണ്ട്. അങ്ങനെ നമ്മൾ പ്രോസലേറ്റ് സ്നാനം, യോഹന്നാൻ്റെ മാനസാന്തര സ്നാനം, യേശു സ്വീകരിച്ച സ്നാനം, യേശുവിൻ്റെ ശിഷ്യന്മാർ കൊടുത്തിരുന്ന സ്നാനം എന്ന സ്നാനങ്ങളെക്കുറിച്ച് ലഘുവായി ഒന്ന് ചിന്തിച്ച് ഇന്ന് നിലവിലുള്ള വിശ്വാസ സ്നാനം എന്താണെന്ന് ദൈവവചന അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ ശിഷ്യന്മാർ അന്ന് കൊടുത്തതും യോഹന്നാൻ സ്നാപകൻ്റെ അന്ന് നിലവിലുണ്ടായിരുന്നതുമായ സ്നാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഇന്ന് ദൈവസഭ കൊടുക്കുന്ന വിശ്വാസ സ്നാനം. ഇവിടെ പറയുന്നു, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ ആകാം. ഉടനെ മറുപടി വരുന്നു, യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള ശരിയായ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഷണ്ണന് ആ തേരിലിരുന്ന് ആത്മപൂർണനായ ഫിലിപ്പോസിൻ്റെ സുവിശേഷ ആ പഠിപ്പിക്കലിൽ തനിക്ക് ലഭിച്ചു. താനത് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചു. മാത്രമല്ല, ഈ തിരുവെഴുത്തുകൾ യെശയ്യാ പ്രവാചകൻ്റെ ആ പുസ്തകത്തെ ആധാരമാക്കിയാണ് സുവിശേഷം പറഞ്ഞതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചും ഒക്കെയുള്ള ചിന്തകൾ ഷണ്ണനോട് ഫിലിപ്പോസ് പറഞ്ഞ് കാണാനാണ് സാധ്യത. ഇതെല്ലാം വിശ്വസിച്ചയാൾ ആ വിശ്വാസം ഏറ്റുപറഞ്ഞു കഴിഞ്ഞപ്പോൾ ഷണ്ണനെ ഫിലിപ്പോസ് വെള്ളത്തിനകത്തിറങ്ങി സ്നാനപ്പെടുത്തി എന്ന് തിരുവെഴുത്തിൽ നമുക്ക് ഗ്രഹിക്കുവാനായി കഴിയും. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശുക്രിസ്തു കൽപ്പിച്ചതാണ് വിശ്വാസ സ്നാനം. അത് കർത്താവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തിന് ശേഷമാണ് ആ കൽപ്പന ദൈവസഭയ്ക്ക് കൊടുക്കുന്നത്. അപ്പോസ്തോലന്മാർ അവരുടെ സുവിശേഷ പ്രസംഗങ്ങളിൽ സ്നാനം പ്രസംഗിച്ചിരുന്നു. 3, ആദ്യ നൂറ്റാണ്ടിലെ സഭയിൽ വിശ്വാസ സ്നാനമായിരുന്നു പ്രാക്ടീസ് ചെയ്തു വന്നത്. 4, ലേഖനങ്ങളിൽ അപ്പോസ്തോലന്മാർ വിശ്വാസ സ്നാനത്തിൻ്റെ പൊരുൾ പഠിപ്പിച്ചിരുന്നു. വിശ്വാസ സ്നാനം ആവശ്യമാണ്. അതിനെക്കുറിച്ച് ഇനി തർക്കിക്കരുത്. സ്നാനങ്ങളെക്കുറിച്ചൊരു പഠനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദപുസ്തകത്തിൽ പല സ്നാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിനോട് ചേർന്ന് പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ആ സഫറിങ്ങിൻ്റെ ബാപ്റ്റിസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് വെള്ളത്തിലിറങ്ങിയുള്ള സ്നാനത്തെക്കുറിച്ച് മാത്രമാണ്. ഈ എപ്പിസോഡ് നമ്മളിവിടെ പൂർത്തിയാക്കുമ്പോൾ അടുത്ത എപ്പിസോഡിൽ ഈ സ്നാനത്തെക്കുറിച്ച്, വിശ്വാസ സ്നാനത്തെക്കുറിച്ചുള്ള കണ്ടിന്യൂവേഷൻ ദൈവവചന അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. നിങ്ങളിൽ ഒരാൾക്ക് സ്നാനപ്പെടുവാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്, യേശുവാണ് നിങ്ങളുടെ പാപങ്ങളെ ചുമന്ന് ആ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ടാണ് കാൽവറി ക്രൂശിൽ കയറി യാഗമായി തീർന്നതെന്ന് പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് സ്നാനപ്പെടുവാനുള്ള അവകാശമുണ്ട്. പ്രാർത്ഥനയോടെ ആ പ്രധാനപ്പെട്ട ആ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൃപ തരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഈ എപ്പിസോഡ് നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.